റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് കൽപ്പറ്റ ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന റിസോർട്ടിലെത്താം. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ റിസർമി.in എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോർട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്യും, അവിടെ കംപ്ലീറ്റ് ഇൻസ്പെക്ഷൻ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയ ശേഷം അവിടെ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യും. അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ട് ആദ്യം അപ്ലോഡ് ചെയ്യും ഒരു വീഡിയോ ആക്കിയിട്ട്. അതിനുശേഷമായിരിക്കും അവിടുത്തെ റൂംസും അവിടുത്തെ മറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോ പാർട്ടായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിസോർട്ട് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അവിടെ ബുക്ക് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കാണാം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം ബുക്കിങ്ങിലേക്ക് പോകാം. നമുക്കിനി ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്കൊന്ന് പോയിട്ട് വരാം. ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ റിസപ്ഷൻ ഒന്ന് കാണാം. ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്ത ശേഷം റൂമിലേക്ക് പോകാം. റിസപ്ഷനിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള വരാന്തയും അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കളിക്കാനുള്ളൊരു ചെറിയൊരു ഹാൻഡ് ഫുട്ബോളും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി റിസപ്ഷൻ്റെ ഉള്ളിൽ കുറച്ച് ആക്ടിവിറ്റി കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതത് റൂമിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ബെൽ ബോയ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവരിവിടെ ക്യാരംസും റുബിക്സ് ക്യൂബ് പിന്നെ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുക്സ് അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ TVയും അതിന് നല്ല ബോക്സും കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഈ ഒരു മെയിൻ എൻട്രൻസിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നേരെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു മൗണ്ടൻ വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം. ഈവനിങ് ടൈം ആകുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു ചെറിയ തറയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ മൊത്തത്തിലുള്ള വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു സ്വിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒരു പ്രൈവസി ആയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാം. ഇനി ഇവിടെ ഉള്ളത് ക്യാമ്പ് ഫയർ ഏരിയ ആണ്. തൊട്ടപ്പുറത്താണ് വരുന്നത്. ഞാനതും കൂടെ കാണിച്ചു തരാം. ഈ ഒരു കയറുന്ന എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയറിനുള്ളൊരു ഏരിയ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം മെമ്പേഴ്സിനൊക്കെ ചുറ്റിരിക്കാനുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ ഇവിടെയായിട്ട് അവർ ക്യാമ്പ് ഫയറിനുള്ളൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പ് ഫയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുക പുറത്തേക്ക് മുകൾ ഭാഗത്തൂടെ വരില്ല. ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. പുക അടിഭാഗത്തേക്ക് പോകും. ഒരു 80% പുകയൊക്കെ ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു ക്യാമ്പ് ഫയറാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നല്ലൊരു നാച്ചുറൽ വാക്കിങ്ങിന് പറ്റിയ ഒരു അടിപൊളി ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. കയറി വരുന്ന ഈ ഒരു എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ അവർ നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ജിപ്സി കാണാൻ പറ്റും. ഒരു 7 മെമ്പേഴ്സൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രെക്കിങ്ങോ മറ്റോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കും. അതൊക്കെ സ്പെഷ്യൽ ചാർജിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വാക്കിംഗ് പാത്ത്, അതായത് കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിലൂടെയുള്ളൊരു ചെറിയൊരു വാക്കിംഗ് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കോഫി പ്ലാന്റേഷൻ മാത്രമല്ല കേട്ടോ, വേറെ ഗ്രാമ്പൂ പിന്നെ ഓറഞ്ചിൻ്റെ ടൈപ്പ്, ഓറഞ്ചല്ല അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് സമയത്ത് നിങ്ങൾ ഇതുവഴി നടക്കുമ്പോൾ വളരെ നല്ല പീസ്ഫുള്ളായിട്ട്, അതായത് വേറെ ശബ്ദങ്ങളൊന്നുമില്ല, ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ആകെയുള്ളത് കുറച്ച് കിളികളുടെ സൗണ്ട് മാത്രമാണ്. അതൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ഇതുവഴി നടക്കാൻ പറ്റും. പിന്നെ നല്ല ഫ്രഷ് എയറാണ് കിട്ടുന്നത് ഇവിടുന്ന്. അതേപോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു മലയുടെ കാഴ്ചകളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടുന്ന് ആസ്വദിക്കാം കേട്ടോ. ഈവനിങ് സമയത്താണ് കുറച്ചുകൂടെ പൊളി വൈബ്. ഇത് നേരെ നടന്നു പോകുന്നത് ഇവിടുത്തെ ഫാമിലേക്കാണ്. നമുക്ക് ഫാമിലേക്കൊന്ന് ചെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു വഴി നടന്ന് താഴെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഫാമൊക്കെ കാണാം. പശു, പിന്നെ ചെറിയ മുയൽ, ഗിനിക്കോഴികൾ, ഇതൊക്കെയാണ് ഇവിടെയുള്ള വളർത്തുമൃഗങ്ങൾ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ് നിങ്ങൾ പെറ്റിനെ ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മുതോൾ ഹൗണ്ട് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു ഡോഗിനെ അവരിവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് മറ്റ് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ബഹളം വെച്ച് ആകെ അലമ്പാക്കും. അത് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പല ഭാഗത്ത് ഇതേപോലെയുള്ള ഒരു പാത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫ്രഷ് എയറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ ഒന്ന് നടക്കാം കേട്ടോ. അതും ഈവനിങ് ആണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും ഹെമോക്കൊക്കെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഷട്ടിൽ കോർട്ടും കൂടെ നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ പറ്റും.
അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു ട്രംബോളിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളായിട്ട് വരുന്നവർക്ക് അവരുടെ ഗെയിം ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൊടുത്തിട്ടുള്ള മറ്റൊരു ഹൈലൈറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബാൽക്കണിയിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെമ്പ്ര പീക്കിൻ്റെ ഈ ഒരു കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും. അതിന് പുറമെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത കാറ്റും കിട്ടുന്നുണ്ട്. മാത്രമല്ല വളരെ സൈലൻ്റ് ആയിട്ടും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. താഴേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോഫി പ്ലാന്റേഷൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. അതിന് പുറമെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ബർത്ത്ഡേ സെലിബ്രേഷനോ അതല്ലെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ് അതേപോലെ തന്നെ പ്രീ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താനുള്ള പെർമിഷൻ അവർ തരും. അതൊക്കെ എക്സ്ട്രാ ചാർജിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ പൂളൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പൂള്. അത്യാവശ്യം മെമ്പേഴ്സിനൊക്കെ ഇറങ്ങാനുള്ള സ്പേസും അതേപോലെ തന്നെ ഡെപ്തും വരുന്നുണ്ട്. പിന്നെ ചുറ്റും നല്ല അലങ്കാര ചെടികളൊക്കെ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു ചുറ്റുപാട് അവർ മാറ്റിയിട്ടുണ്ട്. കോമൺ പൂളാണെങ്കിലും ശരി, പ്രൈവറ്റ് പൂളാണെങ്കിലും ശരി, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒന്ന് കുളിച്ചിരിക്കണം. അതായത് ബാത്തിങ് കഴിഞ്ഞ ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കോമൺ പൂളൊക്കെ ആണെങ്കിൽ വേറെയും മെമ്പേഴ്സൊക്കെ വന്ന് ഇറങ്ങുന്നതായിരിക്കും. പിന്നെ മാക്സിമം കോട്ടൺ ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാറൊക്കെ ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് വഴി വേണം ഡൈനിങ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നല്ലൊരു നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിം ഈ ഒരു റിസോർട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇനി ഡൈനിങ് ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഏകദേശം ഒരു 10-20 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല തണുത്ത കാറ്റും ഏരിയയിൽ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ഓപ്പൺ ആണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ നന്നായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു മൗണ്ടൻ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മൊത്തത്തിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വാച്ച് ടവർ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ് ഈ ഒരു വാച്ച് ടവർ. നമുക്കതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു 360 വ്യൂ നമുക്ക് ആസ്വദിക്കാം. റിസോർട്ടിൻ്റെ പിൻഭാഗത്തായിട്ടാണ് അവർ ഈ ഒരു വാച്ച് ടവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാച്ച് ടവറിൻ്റെ അപ്പുറത്തെ സൈഡ് മുഴുവനും കോഫി പ്ലാന്റേഷനും പിന്നെ ഏകദേശം ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു ടവറിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെമ്പ്ര പീക്ക് നേരത്തെ കണ്ടതിനൊക്കെ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ മോർണിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ ഈ കംപ്ലീറ്റ് ഫോഗും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൗണ്ടൻ വ്യൂ വേറെയും കിട്ടും. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഉള്ളൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ചുറ്റും കോഫി പ്ലാന്റേഷനാണ്. പോരാത്തതിന് നല്ലൊരു ഫോറസ്റ്റ് വൈബും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എപ്പോഴും നല്ല തണുത്ത കാറ്റും ഒക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ തന്നെ കംപ്ലീറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ റൂമും അതേപോലെ തന്നെ റൂമിൻ്റെ ഫെസിലിറ്റീസും ആണ്. നമുക്കിനി നേരെ ആ വീഡിയോയിലേക്ക് പോവാം.